വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം. വചനം ദൈവത്തിൻ വചനം. ഹലോ, അതെ, കളരിക്കൽ ജോൺസൺ തന്നെ. എടാ നീ എന്താ ശബ്ദം മാറ്റി വിളിച്ച് ആളെ പറ്റിക്കാണ്? ഇതേത് നമ്പർ? ആണോ? ഓ സോറിടാ, ഈ നമ്പർ ഞാൻ ഫീഡ് ചെയ്യാൻ മറന്നുപോയതാ. ഒന്ന് പോടാ അവിടുന്ന്. നിന്റെ അടുത്തൊക്കെ ഞാൻ എന്ത് നമ്പർ കാണിക്കാനാ? ഓ അതൊന്നുമില്ലടാ, ചുമ്മാ ചെറുതായിട്ടൊന്ന് ബൈക്കിന്ന് വീണതാ. ഒന്നുമില്ലെന്ന്. നമുക്കൊക്കെ എന്ത് പറ്റാനാ? നമ്മളൊക്കെ യങ്സ്റ്റേഴ്സിലടാ. ഒന്ന് പോടാ അവിടുന്ന്. ഭാവി MLA, ഭാവി MP എന്നൊക്കെ നീയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്. അത് കൊള്ളാലോ. ഓ അതോ? എടാ, അതിപ്പോഴത്തെ പാർട്ടിയുടെ ഇവിടുത്തെ പ്രവർത്തന രീതികളെ പറ്റിയൊക്കെ ചെറിയൊരു പഠനം. അപ്പൊ അതിനുവേണ്ടി മന്ത്രി വിളിച്ചുകൂടിയൊരു അടിയന്തര കമ്മിറ്റി, അത്രേ ഉള്ളൂ. നമ്മള് വേണ്ടപ്പെട്ടവര് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതിനെന്താ, നമുക്ക് നാളെ കാണാം. ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ. ഊണ് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങും. ഇല്ലെന്നേ. അത് ഞാൻ നോക്കിക്കോളാം. SI മാർട്ടിന്റെ കാര്യമല്ലേ, അയാളെയൊക്കെ നമ്മൾ വരച്ച വരവ് തീർത്തു. എടാ, നിനക്ക് ഈ ജോൺസൺ അറിയാൻ പാടില്ലേ? SI മാർട്ടിൻ എന്നല്ല, CI ഹമീദിന് വരെ ഈ ജോൺസന്റെ നിഴല് കണ്ടാ മതി മുട്ടിയടിക്കും. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. 1 സാമുവേൽ 2-ാം അധ്യായം 3-ാം വാക്യം. ഇല്ലടാ, ഇന്നിഞ്ഞ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ കുറച്ച് നല്ല പുഴമീൻ കിട്ടി. അതോ നമ്മുടെ ആ ചാലാക്കിലെ ദിവാകരേട്ടനില്ലേ, പുള്ളി കൊണ്ടെത്തുന്നതാ. അങ്ങേർക്ക് എയർപോർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വിട്ടിട്ടാണ്ടായിരുന്നു. നമുക്ക് എയർപോർട്ടിലൊക്കെ നല്ല പിടിയല്ലേ. കസ്റ്റംസ് ഓഫീസർ രവി നമ്മളുടെ അടുത്ത ആളാ. അപ്പൊ അത് സാധിച്ചു കൊടുത്തതിന് പുള്ളി സന്തോഷത്തോടെ കൊണ്ടു തന്നതാ. ആദ്യം ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ നിർബന്ധിക്കുമ്പോ വേണ്ടെന്ന് നോക്കാൻ പറ്റൂ? പൊതുപ്രവർത്തകനായി പോയില്ലേ. അപ്പൊ നമ്മളെന്താ പറഞ്ഞു എന്നാ? പുഴമീൻ കിട്ടിക്കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പച്ചമാങ്ങിയിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അപ്പൊ അതിന് കുറച്ച് മാങ്ങ പൊട്ടിക്കാന്നുള്ള ധാരണയിൽ അങ്ങനെ നിൽക്കായിരുന്നു. നമ്മുടെ ആ ദിനേശനല്ലേ, അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെയും കാത്തങ്ങനെ ഇരിക്കുക. ഇല്ലില്ല, അതൊക്കെ നമുക്ക് നാളെ കാണുമ്പോ സംസാരിക്കാടാ. അല്ല, ഈ പ്രസിഡന്റ് സമയനിഷ്ഠയുടെ കാര്യത്തില് കീർത്തിയാണേ. അപ്പൊ നമ്മള് താമസിച്ചൊന്നും പറയരുതല്ലോ. അതിന് നമ്മള് താമസിച്ചല്ലോ. നിങ്ങൾ എത്തിയോ? ലോറൻസ് ചേട്ടൻ ഇന്ന് കട തുറന്നില്ലേ? കട പണിക്കാര് നേരത്തെ തുറന്നു. ഞാനിപ്പോ പോവാൻ ഇറങ്ങുവാ. ഇന്ന് കുറച്ച് താമസിച്ചു. എടി ലീലാമ്മേ, നിന്റെ അണികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ, നിങ്ങളൊക്കെ അണികളല്ലല്ലോ, നിങ്ങളൊക്കെ മെമ്പർമാരല്ലേ? എന്തിനാ ലോറൻസ് ചേട്ടൻ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ കളിയാക്കിയതല്ലടോ, ഒരു തമാശ പറഞ്ഞതല്ലേ. എല്ലാവരും കൂടി വർഗീസേട്ടന്റെ വീട്ടിലേക്കാണല്ലേ? അവള് പറഞ്ഞായിരുന്നു. പുള്ളിക്ക് വയ്യാതിരിക്കല്ലേ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പൊ തന്നെ വൈകി. ശരി എന്നാ.
ശരി അപ്പൊ ശരിയെന്നാ കാണാം. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. പക്ഷെ പ്രസിഡന്റ് അല്പം വൈകി. ഗിരീഷേ, നിങ്ങൾക്കെല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് അലക്കി തേച്ച വസ്ത്രം കൊടുത്ത് ഭാര്യമാരുണ്ടാക്കി വെച്ച ഭക്ഷണം കഴിച്ചിങ്ങ് പോന്നാ മതി. പക്ഷെ അതുപോലെയാണോ എന്റെ അവസ്ഥ? എനിക്ക് ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനോടൊപ്പം എന്റെ ഭർത്താവിന്റെ മക്കളുടെയും കാര്യം നോക്കണ്ടേ? എന്റെ പ്രസിഡന്റ്, ഞാൻ വർഗീസേട്ടനെ കാണാൻ പോകുന്നോണ്ട് പറഞ്ഞേ ഉള്ളൂ. അതിന് വർഗീസേട്ടനോട് ഇത്ര മണിക്ക് ചെല്ലുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പൊന്നു പ്രസിഡന്റ്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി അതേ പിടിച്ചു കയറണ്ട. വാ പോവാ. വർഗീസേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഉണ്ടാകാതെ പിന്നെ വയ്യാതിരിക്കുന്ന മനുഷ്യൻ പിന്നെ എവിടെ പോവാനാ? അതല്ല ഗിരീഷേ, പുള്ളിക്ക് ഇപ്പോ അത്യാവശ്യം ഭേദമായിട്ടുണ്ടെന്ന് ഇന്നാളാരോ പറയുന്നത് കേട്ടു. ഭേദമായെന്ന് പറഞ്ഞാ യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ല. അവിടെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും, അത്രേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ. 2 മാസം മുന്നേ വരെ പുലി പോലെ നടന്ന മനുഷ്യനാ പെട്ടെന്നൊരു ദിവസം കിടന്നുപോയത്. അത് പിന്നെ പ്രായം എത്രയൊക്കെ ആയില്ലേ പ്രസിഡന്റ്? അതാ. അദ്ദേഹത്തിന്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എത്ര പേരൊന്നും ജീവിച്ചിരിപ്പുണ്ട്. വിരലിലുണ്ടാവുന്ന ഒരു അതെ. എന്നിട്ടും വർഗീസേട്ടൻ നമ്മളോടുകൂടി ഇപ്പോഴും ഉള്ളത് അത് വലിയൊരു ഭാഗ്യം തന്നെയാ. ശരിയാ താൻ പറഞ്ഞത്, അതൊരു ദൈവാനുഗ്രഹം തന്നെയാ. പ്രസിഡന്റ്, ഈ വർഗീസേട്ടൻ എന്നും നമ്മുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഈ നാട്ടിലുള്ളത്? അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും ബഹുമാനിക്കുന്നവരുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാ അദ്ദേഹം ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടികളെല്ലാരും കൂടി കളിക്കാൻ പോകുമ്പോ ഈ വർഗീസേട്ടൻ ഞങ്ങൾ കുട്ടികളെയൊക്കെ മരച്ചോട്ടി വിളിച്ചിരുത്തി കഥകൾ പറഞ്ഞു തരും. സ്വാതന്ത്ര്യ സമരകാലത്ത് അവരനുഭവിച്ച കഷ്ടതകളുടെയും സഹനങ്ങളുടെയൊക്കെ കഥകൾ. വർഗീസേട്ടന്റെ കഥകൾ കേൾക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ കളിക്കാനെന്നും പറഞ്ഞു പോകുമായിരുന്നു. അവരൊക്കെ അന്ന് അനുഭവിച്ച കഷ്ടതകൾ കേൾക്കുമ്പോ നമ്മളൊന്നും ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നി. അത് പ്രസിഡന്റ് പറഞ്ഞ കറക്റ്റാ. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, സ്വാതന്ത്ര്യ സമരകാലത്ത് മാത്രമല്ല, ഇപ്പൊ ഈ കിടപ്പിലാകുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം നമ്മുടെ നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തു നോക്കി. അത് ഇത്രയും വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. പറഞ്ഞു വരുമ്പോ അദ്ദേഹം ഒരു വാർഡ് മെമ്പർ പോലും അല്ല. കാര്യം ഗിരീഷ് പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ പറഞ്ഞതുള്ള ഈ നാട്ടിൽ നടന്നിട്ടുള്ള വികസനങ്ങളുടെ 90% അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ നാട് മുഴുവൻ ആദരിക്കുന്നുമുണ്ട്. എല്ലാ അസുഖങ്ങളും മാറ്റി പഴയ പോലെ അദ്ദേഹത്തെ ആരോഗ്യത്തോടുകൂടി നടത്തണമെന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് വേഗം വന്നേ. വർഗീസേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടേ ഒരു 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉള്ളതാ. എടാ ദിനേശ, നീ ഇതെവിടെയാ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേ. നീ വരാൻ പറ്റിങ്ങന്ന് വാടാ. ഇത് ഏറ്റവും മുകളിലായി കിടക്കണേന്ന് വാങ്ങാ. നീ ഒന്ന് വാ, നീ വരാൻ പറ്റെങ്കിൽ വാന്ന്. നീ ഇത് തന്നെയല്ലേ എത്ര നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക? ഞാൻ ഇവിടെ രാവിലെ പോലും കാത്തിരിക്കാൻ തന്നെ. ശരിയെന്നാ. സെബി, എന്താ പരിപാടി? ചേട്ടാ കുറച്ച് മാങ്ങ പൊട്ടിക്കണായിരുന്നു. നമ്മുടെ ദിനേശൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് അവൻ ഒരുമാതിരി. എന്നിട്ട് എന്ത് ചെയ്യാൻ പോണു? വന്നില്ലെങ്കിൽ എന്തേനാ, ഞാൻ തന്നെ ഒരു പൊടിക്കണം. നീയാ? അതിനെന്താ, നമ്മളൊക്കെ എത്ര പൊട്ടിച്ചേക്കണ്. എന്നാലും നമ്മളൊക്കെ യങ്സ്റ്റേഴ്സിലടാ. നീ വാ. പിന്നെ എന്താണ് സെബി പതിലാതെ നീ ഈ വഴിക്കൊക്കെ? ഈ വഴിക്ക് ഇങ്ങനെ പോയിപ്പോ വെറുതെ ഒന്ന് കേറിയതാ. അല്ല, നിനക്കെന്താ ആക്സിഡന്റ് പറ്റിയെന്നോ? നീ പറഞ്ഞു അത്? ഈ ആളുകളൊരു കാര്യം പറഞ്ഞ എന്റെ സെബി, അത്രയ്ക്ക് വലിയ ആക്സിഡന്റ് ഒന്നും അല്ലടാ. ബൈക്കിന് പോയപ്പോ തെന്നി വീണു, അത്രേ ഉള്ളൂ. ഈ കാലൊന്ന് പൊട്ടി, പിന്നെ നെറ്റ് ചെറുതായിട്ടൊന്ന് പോറി, പിന്നെ ഈ ഷോൾഡർ ഇടിച്ച് വീണ് എന്റെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയ വഴി പോയില്ലടാ. ഇപ്പൊ ഞാൻ പക്ക പെർഫെക്റ്റാ. നീ നോക്കിയേ. കാരണം എന്താ, നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ്. എന്നാലും എനിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞപ്പോ നീ അതും വിശ്വസിച്ച് എന്നെ കാണാൻ വന്നല്ലോ. എനിക്ക് അതോർത്തട്ടാ. എന്നാലും നീ വന്ന സ്ഥിതിക്കൊരു കാര്യം ചെയ്യ്. നമ്മുടെ ആ വർഗീസ് ചേട്ടനില്ലേ, 2 വീട് അപ്പുറത്തുള്ള, നീ അറിയും നിന്റെ അപ്പന്റെ കൂട്ടുകാരനാ. എടാ നീ കാര്യം പറയേ. എനിക്ക് മനസ്സിലായിട ആളെ. വർഗീസ് ചേട്ടൻ അപ്പച്ചന്റെ കൂട്ടുകാരനല്ല, എന്റെ അപ്പച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. ആ വർഗീസ് ചേട്ടൻ സുഖമില്ലാണ്ട് വീട്ടിലിരിക്ക. കുറച്ചു ദിവസമായി. നീ ഇവിടെ വരെ വന്ന സ്ഥിതിക്കൊന്നൊരു കണ്ടേക്ക്, അത് നന്നായിരിക്കും. അല്ല,
പുള്ളി ഇന്നോ നാളെന്നും പറഞ്ഞിരിക്കാണേ, അതുകൊണ്ടാ. ഞാനിത് പറയാനുള്ളൂടാ. ഇതെന്റെ അപ്പച്ചനെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ലേ തന്നെ ഈ വക സമ്പ്രദായക്കെടുത്ത് കാട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞൂടാ. കാര്യം പണ്ട് ഭയങ്കര പാർട്ടിയൊക്കെ ഇരുന്നിട്ടുണ്ടാവും എന്ന് കരുതി വയ്യാണ്ട് അയക്കഴിഞ്ഞാ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടണം. അല്ലാതെ ഇത് വെറുതെ. പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ലേവിയർ 19-ാം അധ്യായം 32-ാം വാക്യം. അല്ല, ആരെ ഇപ്പൊ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയേ? നീ ആരെ ഉദ്ദേശിക്കണേ? വേറെ ആരും ഉദ്ദേശിക്കാനാടാ, ആ വർഗീസേട്ടന്റെ കാര്യം തന്നെ. അങ്ങേരുടെ കാര്യത്തിൽ നീ ഇപ്പൊ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അങ്ങേരുടെ വീട്ടുകാർക്ക് ഇപ്പോ അതിലൊരു ബുദ്ധിമുട്ടില്ലല്ലോ. എടാ, അവരെത്ര സന്തോഷത്തോടെ അദ്ദേഹത്തെ പരിചരിക്കണേ. എടാ, എനിക്ക് അടുത്തറിയാവുന്നവരാണ് അദ്ദേഹത്തിന്റെ മക്കള്. എന്നാലും അദ്ദേഹത്തിന് സുഖമില്ല എന്നറിയുമ്പോ നമുക്കെല്ലാം അതിന് വിഷമമില്ലാതിരിക്കൂടാ. പിന്നെ വിഷമം. എടാ, അത്രയ്ക്ക് നമ്മുടെ നാടിനു വേണ്ടി കഷ്ടപ്പെട്ടതല്ലടാ അദ്ദേഹം. എന്ത് കഷ്ടപ്പാടെന്നാണ് നീ പറയണേ? എടാ, അയാളും അയാളുടെ പാർട്ടിയും ഈ നാടിനു വേണ്ടി ചെയ്തേക്കണേക്കാളും കൂടുതൽ കാര്യങ്ങള് ഞങ്ങളുടെ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലൊരു ഗവൺമെന്റ് സ്കൂൾ വന്നു, കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് വന്നു. ഇതൊക്കെ ആരാ കൊണ്ടുവന്നേ? അവരുടെ പാർട്ടിയൊന്നുമല്ല, ഞങ്ങളുടെ പാർട്ടിയാ. ഇനിയും ഈ നാട്ടിൽ ഒരുപാട് വികസനം വരും. പക്ഷെ അത് വരണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടി തന്നെ അധികാരത്തിൽ വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വർഗീസിനെ ലീലാമനെ പോലുള്ള പാർട്ടികളൊക്കെ എടുത്ത് മാറ്റണമെന്ന്. എടാ, എന്തോ നീ പറഞ്ഞതിനോട് എനിക്കത്ര യോജിക്കാൻ പറ്റില്ല. നീ യോജിക്കണ്ട. എടാ, ഈ വർഗീസുകാരനൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? എടാ, നമ്മുടെ പഞ്ചായത്തിലെ റോഡുകളും ആശുപത്രികളും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടുണ്ടായതല്ലേ. പിന്നെ നീ പറയുന്ന ഗവൺമെന്റ് സ്കൂളും പാർക്കും ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശ്രമവും നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പോരാത്തതിന് നാടറിയുന്ന നല്ലൊരു സ്വാതന്ത്ര്യ സമര സേനാനി. എടാ, പിന്നെ ഇപ്പൊ അദ്ദേഹം ആവശ്യമില്ലെന്ന് കരുതി എടാ അങ്ങനെ തള്ളിപ്പറയാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അതിന് നിന്റെ സമ്മതം ഇവിടെ ആരാ ചോദിച്ചത്? എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങള് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാലും വെട്ടി തുറന്നു പറയും. എടാ മോനെ ജോൺസാ, എന്നോട് വേണോടാ അതൊക്കെ? നീ പറയുന്നതൊക്കെ നിങ്ങൾ പാർട്ടിക്കാർ തമ്മിലുള്ള ദേഷ്യത്തിന്റെ പുറത്താണെന്ന് എനിക്കറിഞ്ഞൂടെ? പിന്നെ ഒന്ന് പോടാ അവിടെന്ന്. എടാ, വേറെ വേറെ പാർട്ടിയാണെന്ന് കരുതി അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാനേ ഈ തുക്കള പഞ്ചായത്തിൽ കിടന്ന് ഈ ലീലാമ്മയുടെ വർഗീസിന്റെയൊക്കെ എതിരെ മത്സരിച്ച് ജീവിതം കളയാനുള്ള ആളൊന്നുമല്ല. എന്റെ നോട്ടങ്ങ് സെൻട്രലാ, അല്ലെങ്കിൽ സ്റ്റേറ്റ്. അതി കുറഞ്ഞ ഒരു കളി ഈ ജോൺസൺ ഇല്ല മോനെ. നീ കണ്ടോ? മനുഷ്യന്റെ കാൽവെപ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. അല്ലേലും നീ അതിനുള്ള ആംബിയറുള്ള ആളാന്ന് എനിക്കറിയാടാ. അങ്ങനെ പറയും. കഴിഞ്ഞ തവണ ജില്ലാ സമ്മേളനം നടന്നതിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോ സ്റ്റേജിൽ മന്ത്രിയുടെ ഒപ്പം ചേർന്ന് നിൽക്കണ കണ്ടപ്പോ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. നീ എന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരുമെന്ന്. എന്നാലും നീ ഇതൊക്കെ എങ്ങനെ സാധിക്കണൂടാ? എടാ, രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ നമ്മൾ പാത്തും പതുങ്ങിയും പിന്നിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, ഇടിച്ചു കയറണം എവിടെയായാലും. ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവിന്റെ കെയർ ഓഫിലാണ് ആ സമ്മേളനത്തിന് പോയത്. പക്ഷെ ആ നേതാവ് ആ കൂട്ടത്തിൽ എവിടെ പോയിന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ കൂടെ പോയി എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നില്ലേ? അതെങ്ങനെയാ? അതാണ് മോനെ രാഷ്ട്രീയം. എടാ, ഇതൊക്കെ ഒന്നുമല്ല. ഈ ജോൺസന്റെ കളി നീയൊക്കെ കാണാൻ കിടക്കണേ ഉള്ളൂ. നീ കണ്ടോ, ചുരുങ്ങിയതൊരു 10-45 വർഷമെങ്കിലും എന്റെ മുന്നിലങ്ങ് നീണ്ടുവർന്ന് കിടക്കല്ലേ. എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഏതായാലും പോകുന്ന വഴി ആ വർഗീസനെ കൂടി ഒന്ന് കണ്ടിട്ടോണം പോവാ. നല്ല കാര്യമാ, ചെല്ല്. എപ്പോഴാ തട്ടിപ്പോകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ അല്ലേ? എന്നാ ശരി. ഇവന്റെ ഒരു കാര്യം. ഹലോ. പറടാ. എടാ ദിനേശ, വരാൻ പറ്റോ ഇല്ലയോ അത് പറഞ്ഞാ മതി. എന്ത് പറ്റൂലേ? എടാ, നിന്നെ കണ്ടിട്ടൊന്നുമല്ല, എനിക്കറിയാം മാങ്ങ പറിക്കാൻ. ഞാൻ ഇതുപോലെ പറിച്ചിട്ടുള്ളതാ.
നീ പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോടപ്പാ. ഞാൻ ആരെയും പേടിപ്പിക്കണ. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആര് എന്നെ നിയന്ത്രിക്കാൻ എന്നും പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ച. പ്രഭാഷകൻ 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഇത് ഞാനാ വർഗീസ് ചേട്ടാ, പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ. ഇത് ഇവിടുത്തെ വാർഡ് മെമ്പർ ഗിരീഷ്. ഇത് 8-ാം വാർഡിലെ മെമ്പർ രാജു. മനസ്സിലായി. ഇരിക്കി. കണ്ണൊന്നും വേണ്ട പോലെ കാണാതായി മക്കളെ. പ്രായം എത്ര ആയില്ലേ? എവിടെ പോകുന്ന വഴി എല്ലാവരും കൂടി? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഞങ്ങൾ വർഗീസേനെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. അതെയോ? എന്താ മോളെ വിശേഷിച്ച്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. അത് കൊള്ളാം. നിങ്ങള് രാഷ്ട്രീയക്കാരെ ഒരു കാരണമൊന്നുമില്ലാതെ ജനങ്ങളെ കാണാൻ പോവാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സാധാരണ ജനങ്ങളെ പോലെ അല്ലല്ലോ വർഗീസ് ചേട്ടൻ. അയ്യോ, എനിക്കങ്ങനെ പ്രത്യേക പരിഗണന ഒന്നും വേണ്ട ലീലാമ്മേ. ഞാനൊരു സാധാരണ പൗരനാ. ഈ നാട്ടിലെ മറ്റു ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് പ്രാധാന്യം നൽകുന്നുവോ അതേ പ്രാധാന്യം തന്നെ മതി എനിക്കും. ഇങ്ങനെ പറയുന്നത് അങ്ങയുടെ വലിയ മനസ്സ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഈ നാടിനു വേണ്ടി പോരാടുകയും നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ പോരാടുകയും ചെയ്ത അങ്ങേപ്പോലുള്ള ഒരാൾ അർഹിക്കുന്ന പ്രാധാന്യം അത് മറ്റുള്ളവരെക്കാൾ കൂടില്ല. അതൊക്കെ ഞാൻ ചെയ്യേണ്ട കടമയായിട്ടേ കണ്ടിട്ടുള്ളൂ ഗിരീഷ്. പിറന്നു വീണ മണ്ണിനോടുള്ള എന്റെ ഉത്തരവാദിത്വം അത് നിറവേറ്റിയതിന്റെ പേരില് എനിക്കൊരു പ്രത്യേക പരിഗണനയും ആവശ്യമില്ല. വർഗീസേടനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. വർത്താനത്തിന്റെ ഇടയില് ഞാനതങ്ങ് മറന്നു. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കാപ്പിയോ? അയ്യോ, ഒന്നും വേണ്ട വർഗീസ് ചേട്ടാ. അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ? ഇവിടെ ആരുമില്ല, എല്ലാവരും പള്ളി പോയേക്കാ. എങ്കിലും എനിക്കെടുത്തു വെച്ചിരിക്കുന്ന കാപ്പിയുണ്ടേ, അത് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. വർഗീസ് ചേട്ടൻ അവിടെ ഇരുന്നേ, ഞങ്ങൾക്കിപ്പോ ഒന്നും എടുക്കണ്ട. ചേട്ടന് സുഖമില്ലാണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി കേറിയെന്നേ ഉള്ളൂ. അതിനിപ്പോ വലിയ വയ്യായികയൊന്നുമില്ല. കാലിന് മുട്ടിന് ചെറിയൊരു നീരമുള്ളതുകൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. പിന്നെ പ്രായത്തിന്റെ ഓരോരോ പ്രയാസങ്ങളും. അതാരാ വന്നേക്കണേ? അത് നമ്മുടെ ചെറിയാമ്പാടത്തെ ജോസഫിന്റെ മകനല്ലേ? ഈ ചെക്കൻ എന്താ ഇവിടെ? വാ കേറി വാ മോനെ. എന്താ മോനെ വിശേഷിച്ച്? ഒന്നുമില്ല, ഞാനിതിലെ പോയപ്പോ വല്യപ്പന് വയ്യാണ്ടിരിക്കാണെന്ന് അറിഞ്ഞു. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതാണോ കാര്യം? വല്യപ്പനിപ്പോ കുഴപ്പമൊന്നുമില്ല, വയ്യായികൊക്കെ മാറി. ഇപ്പോ കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖാണോ മോനെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൻ ജോസഫ് വിളിക്കാറില്ലേ ഗൾഫിൽ നിന്ന്? കേട്ടു ലീലാമേ, ഇവന്റെ അപ്പൻ ജോസഫ് എന്നേക്കാൾ വളരെ ഇളയതാ. എന്നാലും ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടാ. അവൻ നാട്ടിൽ അവധിക്ക് വന്നു കഴിഞ്ഞാ തിരികെ പോകുന്നവരെ എന്റെ കൂടെ തന്നെയാ.
ഒരു പാവ. അത് പിന്നെ ജോസഫിനെ അറിയാത്തവരാരാ വർഗീസ് ചേട്ടാ ഉള്ളത്? ഇനി അപ്പം വിളിക്കുമ്പോ ഞാൻ പറയാം മോനിവിടെ വന്നിരുന്ന കാര്യം. എന്നെ മിക്കപ്പോഴും വിളിക്കും. ശരി വല്യപ്പ, എങ്കിൽ പിന്നെ നിങ്ങളങ്ങ് സംസാരിച്ചിരിക്കേ, ഞാനങ്ങ് ചെല്ലട്ടെ. ഇനി ഒരിക്കൽ വരാം. ഓ എങ്കിൽ അങ്ങനെ ആവട്ടെ മോനെ. എന്തു പറ്റിയോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ വർഗീസ് ചേട്ടാ. പഞ്ചായത്തിൽ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. എങ്കിൽ ചെല്ല്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓ ശരി. ഓ ശരി. ഓ എന്തു പറ്റി മോനെ വണ്ടിക്ക്? അറിയില്ല ചേച്ചി, എന്തോ സ്റ്റാർട്ടാകുന്നില്ല. ഇനി പെട്രോൾ തീർന്നാണോ? ഏയ് പെട്രോളൊക്കെ ഉണ്ട് ചേച്ചി. എടാ എങ്കിൽ പിന്നെ പെട്രോൾ വല്ലതും ഇറങ്ങാഞ്ഞിട്ടായിരിക്കുവാ. നീ ആ ഓസൊന്നും ഉരുട്ടൊന്ന് വലിച്ചു നോക്കി. ഏയ് പെട്രോൾ ഇറങ്ങാനിട്ടല്ലേ ഏട്ടാ, അതൊന്നും ആവില്ല. ഇനി വല്ല എയർ ഇല്ലാഞ്ഞിട്ടാണോ? ഒന്നും മിണ്ടാണ്ടിരിക്കാം അവിടെ. എയറില്ലാഞ്ഞിട്ടാണോ വണ്ടി സ്റ്റാർട്ടാകത്ത്? 8ാം വാർഡിലെ ഒരു മെമ്പർ. നീ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ചേട്ടൻ എന്റെ ചേട്ടൻ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത്? ഒന്നും സാരമില്ലടാ, ഗേറ്റ് വരെയൊക്കെ വരാം. അതെ, ഇവന്റെ ഈ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ആണോ? മോ രാവിലെ വണ്ടി കഴുകിയായിരുന്നോ? കഴുകിയായിരുന്നു. എങ്കിൽ മാറിക്കേ, ഞാൻ നോക്കട്ടെ. ഇറങ്ങ്. എന്റെ പറയിച്ചേട്ടാ, വയ്യാണ്ടിരിക്കണ ആള് ഇനി നീ സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്ക്. എന്റെ പറയിച്ചേട്ടാ, ചേട്ടനെ സമ്മതിക്കണം. സത്യത്തില് ചേട്ടനെ അറിയാൻ പാടില്ലാത്തായി വല്ലതും ഉണ്ടോ? കിഷോറെ പറയടാ. ഏത്? നമ്മുടെ കളരിക്കൽ തോമസിന്റെ മോനെ? ആര്? നമ്മുടെ ജോൺസണാ? എങ്ങനെ? എപ്പോഴാടാ ഇത്? എന്റെ ദൈവമേ! എന്നിട്ട് നിങ്ങളിപ്പോ അവിടെ ഉണ്ടാ? എന്താ? ആ പ്രസിഡന്റ് എല്ലാം എന്റെ കൂടെ ഉണ്ട്. ശരി. ജോൺസൺ എന്താ പറ്റിയത്? അത് പിന്നെ പ്രസിഡന്റ് ജോൺസൺ കുറച്ചു നേരം മുമ്പ് അവന്റെ വീട്ടിൽ മാങ്ങ പറിക്കാൻ കയറിയിരുന്നു. കാല് തന്നെ വീണു. അയ്യോ, എന്നിട്ട്? മരിച്ചു എന്നാ കേക്കണേ. എന്താ ചേട്ടനീ പറയണേ? ഞങ്ങള് തമ്മിൽ കണ്ടുപിരിഞ്ഞിട്ട് ഇപ്പൊ അരമണിക്കൂർ പോലും ആയിട്ടില്ല. ഇങ്ങോട്ട് വരുന്ന വഴിയില്ല ഞാൻ അവനെ കണ്ടത്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടാ, ഇതിപ്പോ സംഭവം നടന്നിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. വീട്ടിലാണോ അതോ വീട്ടിലോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മക്കളെ. നല്ലൊരു പയ്യനായിരുന്നു. എന്തിനാ ദൈവമേ നീ അതിനെ ഇത്ര നേരത്തെ വിളിച്ചത്? അല്ലെങ്കിലും നമ്മൾ എന്തൊക്കെ പദ്ധതികളും കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയാലും ഒടുക്കം എല്ലാം തീരുമാനിക്കുന്ന അവിടെ നിന്നല്ലേ. ഏതായാലും വർഗീസേട്ടൻ വിശ്രമിക്ക്, ഞങ്ങൾ അവിടം വരെ ഒന്ന് ചെല്ലട്ടെ. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഇനിയിപ്പോ ഈ അവസ്ഥയില് ചേട്ടൻ അവിടം വരെ വരണോ? ചേട്ടൻ തൽക്കാലം അകത്തിയൊന്ന് റെസ്റ്റ് എടുക്ക്. ശരി, ഇപ്പൊ ഞങ്ങള് പോവാം. അല്ല മോനെ, ഇതും കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ ഒരു വണ്ടി വിളിക്ക്, ഞാനും വരുന്നുണ്ട് ഇപ്പൊ തന്നെ. വിളിക്ക് ഗിരീഷ വണ്ടി. വർഗീസേട്ടനും വരട്ടെ. ഓ ശരി. ഈ
ജോൺസന്റെ കളി നീയൊക്കെ കാണാൻ കിടക്കണേ ഉള്ളൂ. നീ കണ്ടോ, ചുരുങ്ങിയതൊരു 10-45 വർഷമെങ്കിലും എന്റെ മുന്നിലങ്ങ് നീണ്ടുവരുന്ന് കിടക്കല്ലേ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. പ്രഭാഷകൻ 10-ാം അധ്യായം 13-ാം വാക്യം. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ വചനം.